മകളുടെ ഭർത്താവ് എന്റെ മരുമകനാണ്. ഇന്നു മുതൽ അവനെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അച്ഛന്റെ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ നന്ദേട്ടനും ഞാനും ഇതിന് കൂട്ടുനിൽക്കില്ല. അവരെ ഇവിടേക്ക് കയറ്റി താമസിപ്പിക്കാനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് നന്ദേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ചപ്പോ നന്ദേട്ടൻ പറയുന്നതന്നെ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെ തീരുമാനിക്കാം. പക്ഷേ അതിന് ഞങ്ങളുടെ സമ്മതം ഉണ്ടാവില്ല. ആ ധനുഷിനെ ഞങ്ങൾ ഒരിക്കലും ഒളിയനെ അംഗീകരിക്കുകയില്ല. സച്ചേട്ടനും എനിക്കും ഈ തീരുമാനം സമ്മതമാണ് അച്ഛാ. അവന്തിക്കോ? നന്ദേട്ടന്റെ അഭിപ്രായം തന്നെ എനിക്കും. എല്ലാവരും ഇതിനെ എതിർക്കുകയാണല്ലോ മോളെ. എതിർക്കട്ടെ, പക്ഷേ തീരുമാനം അച്ഛൻ്റെതാ. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവരെ ഞാൻ നെല്ലിശ്ശേരിയിൽ കയറ്റിയിരിക്കും, ഇന്ന് തന്നെ. മോളെ, എന്താ അച്ഛാ? പോയവരെ വിളിച്ചോണ്ടോ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ വേണം അവളെ കൈപിടിച്ച് ഇവിടേക്ക് കയറ്റാൻ. നിനക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. ചെല്ല്. ചെല്ല്. സച്ചേട്ടാ, നന്ദേട്ടന്റെ തീരുമാനം ഇതാ. ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും. എടാ, എനിക്കും ഇതിന് അത്ര താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും കൂടി ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അച്ഛൻ എല്ലാവരോടും അഭിപ്രായം ചോദിക്കണ്ടേ? അച്ഛനെ എതിർക്കാൻ എന്തായാലും ഞാനില്ല. എല്ലാം അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അച്ഛന്റെ തീരുമാനങ്ങൾക്കെല്ലാം ഒപ്പം നിൽക്കുന്നത് അർച്ചനടുത്തയാ. ഏട്ടത്തി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ആ, അർച്ചന എന്ത് കാര്യത്തിനും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആളാ. ഈ വീടിന്റെ എന്ത് കാര്യത്തിനും അച്ഛൻ അർച്ചനയുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ എന്ത് തീരുമാനം എടുക്കൂ. അതില് ഞാൻ ഇടപെടാറുമില്ല. എന്നാ പിന്നെ നിലവിളക്കും താലവും എടുത്ത് ഏട്ടനും കൂടി അവര് സ്വീകരിക്കാൻ ഇറങ്ങിച്ചല്ലേ. എന്നിട്ട് ചന്ദനം തൊടിച്ച് മാലയിട്ട് അളിയനെങ്ങ് സ്വീകരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നന്ദേട്ട ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല, ഞാനും പങ്കെടുക്കില്ല. സന്ദീപേ, നീ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കാണിക്കാനും അഭിനയിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. എന്റെ മനസ്സിലുള്ളത് മുഖത്ത് വരും, അതെന്റെ പെരുമാറ്റത്തിലും ഉണ്ടാവും. ഇനി അതൊരു വലിയ പ്രശ്നമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല. ആതിരയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? എടാ, നിന്നെപ്പോലെ തന്നെ അവൾക്കൊരു അഭിപ്രായം കാണുമല്ലോ. എന്താ അവളുടെ അഭിപ്രായം? അർച്ചനടുത്ത് പറയുന്നതാണല്ലോ അവൾക്കിപ്പോ വേദവാക്യം. ഈ കാര്യത്തിൽ അങ്ങനെ തന്നെ. അവരെ ഇവിടേക്ക് തിരിച്ചു കയറ്റുന്നതിനോട് അവൾക്ക് യോജിപ്പാ. ഞാൻ പങ്കെടുക്കുന്നില്ലെങ്കിലും ഈ ചടങ്ങിൽ അവൾ പങ്കെടുക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പോ സ്വന്തം ഭാര്യയെ പറഞ്ഞു തീർത്താൻ നിനക്ക് പറ്റുന്നില്ല. ആ നീയാണോ അച്ഛനെ പറഞ്ഞു വിലക്കണമെന്ന് എന്നെ ഉപദേശിക്കുന്നേ? കൊള്ളാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഏട്ടൻ പറയുന്നത്? തൽക്കാലം അച്ഛന്റെ തീരുമാനത്തെ അനുകൂലിക്കുക, അതിന്റെ ഒപ്പം നിൽക്കുക, അല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും
ഞാനതിനില്ല. പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. ഏട്ടനതിൽ പേടിയുണ്ടാവും, പക്ഷേ എനിക്കതില്ല. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ധനുഷ് പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് തെളിയിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. അതിന് ധനുഷ് എനിക്കൊരു വാക്ക് തരണം. നെല്ലിശ്ശേരി വീടിനകത്തേക്ക് വരുന്ന ധനുഷ് ഇനി പഴയ ധനുഷായിരിക്കരുത്. സ്നേഹയുടെ ഭർത്താവായിട്ട് മാത്രമേ ധനുഷ് നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടാവൂ. എന്താ, സമ്മതമാണോ? ഞാൻ വാക്ക് തരുന്നു. സ്നേഹയുടെ ഭർത്താവായിട്ട് തന്നെയാ ഞാൻ നെല്ലിശ്ശേരിയിലോട്ട് വരുന്നത്. ആ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്റെ മരണം വരെ ഞാൻ കാണിക്കും. സ്നേഹ, ഇവിടുന്ന് അങ്ങോട്ട് നീ അറിയാത്തതൊന്നും എന്റെ ജീവിതത്തിലുണ്ടായിരിക്കില്ല. ഒരു പ്രതിസന്ധിയിലും നിന്നെ ഞാൻ കൈവിടില്ല. സത്യത്തിൽ നീ എന്റെ ജീവിതത്തിലോട്ട് വന്നതുകൊണ്ട് നിനക്കല്ല ഒരു ലൈഫ് കിട്ടിയത്, എനിക്കാ. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാ കുടുംബജീവിതം സന്തോഷമാവുന്നത്. എന്നാ പിന്നെ ഇനി താമസിക്കണ്ട, ആ ഇറങ്ങാം. വാ. അച്ഛാ, അർച്ചനയുടെ വാക്ക് കേട്ട് അച്ഛൻ ഇങ്ങനൊന്നും ചെയ്തത് ശരിയായില്ല. അച്ഛനിപ്പോ തീരുമാനങ്ങൾ എടുക്കുന്നത് അർച്ചനയുടെ ഇഷ്ടത്തിനനുസരിച്ചാ. ആൺമക്കളുടെ ഇഷ്ടം കൂടി അച്ഛൻ നോക്കേണ്ടതല്ലേ? നന്ദേട്ടൻ പറഞ്ഞിട്ട് പോയത് അച്ഛനും കേട്ടതല്ലേ? അച്ഛന്റെ മൂത്ത മകനല്ലേ നന്ദേട്ടൻ? അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നാണോ അച്ഛന്റെ ആഗ്രഹം? എൻ്റെ എല്ലാ മക്കളും എന്നോടൊപ്പം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി അതിന് സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ധനുഷിനെ സ്നേഹം ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നാ പിന്നെ അച്ഛന്റെ ആൺമക്കൾ ഇവിടെ ഉണ്ടാവില്ല. ആ അച്ഛാ, ഞാൻ
പറയുന്നത് വേണ്ട. അത് നിക്കേ. നീ എവിടെ പോകുന്നു? എനിക്കൊന്ന് പുറത്തു പോകണം. ഈ ചടങ്ങ് കഴിയാതെയോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ചടങ്ങ് ഗംഭീരാക്കിയാൽ മതി. ഞാനും നന്ദേട്ടനും പങ്കെടുക്കുന്നില്ല. എന്ന് നന്ദേട്ടൻ പറഞ്ഞോ? പറയേ മാത്രമല്ല, നന്ദേട്ടൻ എപ്പോഴും വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. ഞാനും ഓഫീസിലേക്ക് പോവാ. ഇഷ്ടമില്ലാത്തവർ ഇതിൽ പങ്കെടുക്കണമെന്നില്ല. പക്ഷേ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. അച്ഛൻ്റെ തീരുമാനം നടത്തേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് ഞങ്ങളില്ല. അല്ലെങ്കിലും കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി ഓടിപ്പോയി ഇവിടെ തിരിച്ചുകൊണ്ടുവന്നതും അച്ഛൻ തന്നെയല്ലേ? അന്നും എല്ലാവരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചതാണ്. ഞങ്ങളുടെ അഭിപ്രായം നന്ദേട്ടന് ഞാനും അന്നേ പറഞ്ഞതാണല്ലോ. എന്നിട്ടും അച്ഛൻ തീരുമാനം മാറ്റിയില്ലല്ലോ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല, അത്രമാത്രമേ പറയുന്നുള്ളൂ. സച്ചി, ഇവൻ പറയുന്നത് നീ കേട്ടില്ലേ? എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആരും ഒന്നിനെ നിർബന്ധിക്കാൻ പറ്റില്ല. സന്ദീപേ, നീ ഈ കാണിക്കുന്നതൊന്നും ഒട്ടും ശരിയല്ല. ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു നല്ല ചടങ്ങാ. സ്വന്തം കൂടപ്പിറപ്പിനോട് ഇത്രയും വെറുപ്പൊന്നും പാടില്ല. നന്ദേട്ടന്റെയും സന്ദീപിന്റെയും തീരുമാനത്തില് ഒരു തെറ്റുമില്ല. ഇവര് കാരണം ഉണ്ടായ അപമാനമൊന്നും അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ലല്ലോ. അവന്തിയേട്ടത്തി, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. എണ്ണയല്ലല്ലോ, പെട്രോൾ ഒഴിച്ചല്ലേ ഇവളീ വീട് കത്തിച്ചിട്ട് പോയത്. ഈ വീടിന് മുകളിൽ അപമാനത്തിന് തീ കത്തിച്ചിട്ടാ അന്നവൾ ഒളിച്ചോടി വിവാഹം കഴിച്ചത്. നീയും ഈ കല്യാണം മുടക്കാനായിട്ട് ഓടി നടന്നതല്ലേ? എന്നിട്ടിപ്പൊ നിനക്കെന്തു പറ്റി? ഇതിപ്പോ അച്ഛന്റെ തീരുമാനമൊന്നുമല്ല, നിന്റെ കുത്തിത്തിരിപ്പാ. ഇത് കാരണം നഷ്ടപ്പെടാൻ പോകുന്നതേ ഈ വീടിന്റെ സമാധാനമാ. ഈ വീടിന്റെ സമാധാനത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏട്ടത്തിയുടെ സമാധാനത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെങ്കിൽ അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇവരുടെ കല്യാണം നടക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് തകർക്കാൻ ഞാൻ നിന്നിട്ടില്ല. ഇവരൊരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഏട്ടത്തിയുടെ മനസ്സിൽ വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ദേ, അനാവശ്യം പറയരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലെങ്കിലും ഏട്ടത്തിയുടെ മനസ്സിലിരിപ്പ് അതാണെന്ന് മുഖം കണ്ടാൽ അറിയാം. ഇതെന്റെ കുത്തിത്തിരിപ്പാണെന്ന് ഏട്ടത്തി എത്ര പറഞ്ഞാലും അച്ഛൻ തീരുമാനിച്ചത് ഈ വീട്ടിൽ നടത്തുക തന്നെ ചെയ്യും. അതിനി ആരൊക്കെ എതിർത്താലും. ഞാനൊരു എതിർപ്പും പറഞ്ഞില്ല.
നീ ഇവരെ അനുകൂലിക്കുന്നത് പോലെ തന്നെ നന്ദേട്ടനും സന്ദീപിനും ഇവരെ എതിർക്കാനുള്ള അവകാശമുണ്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാനൊന്നും ഞാനില്ല. എൻ്റെ മക്കളെല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റാണോ? നിങ്ങൾ പറയുന്ന പോലെ ഇവളെ ഇറക്കി വിടാനൊന്നും എനിക്ക് പറ്റില്ല. എൻ്റെ മോളല്ലേ ഇവൾ. നമ്മളെല്ലാവരും കൂടി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇവളെ ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആരോടും ആജ്ഞാപിക്കാനോ അനുസരിപ്പിക്കാനോ ഒന്നും ഞാനില്ല. ഞാനിനി എത്ര കാലം ഉണ്ടാവും? അതുവരെ എൻ്റെ മോള് എന്നോടൊപ്പം ഉണ്ടാവണം. അത് ഈ അച്ഛൻ്റെ ആഗ്രഹമാണ്. സന്ദീപേ, ഇപ്പൊ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നീയോ? ഞാൻ നിന്റെ ഭാര്യ, ഈ വീട്ടിൽ വന്ന് കയറിയവളാ. പക്ഷെ അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും, സ്നേഹയും എനിക്ക് മനസ്സിലാവും. നിന്റെ ഈ പെരുമാറ്റം കൊണ്ട് ഇപ്പൊ ഇവളുടെ മനസ്സ് എത്രമാത്രം ഉരുകുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുമോ? ഇതിനേക്കാ ഭേദം ഇവളുടെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കുന്നതായിരുന്നു. ഏത് കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്? വീട്ടുകാരെ ധിക്കരിച്ച് ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുന്നത് ഈ ലോകത്തിൽ ആദ്യമായിട്ടാണോ? ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചെന്ന് കരുതി ഇവളെ ചവിട്ടി തള്ളിക്കളയാനൊന്നും പറ്റില്ല നമുക്ക്. ഇവള് നെല്ലിശ്ശേരിയിലെ ചോരയാ. ഈ നിൽക്കുന്ന അച്ഛന്റെ മോള്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇവൾക്കും ഉണ്ട്. അവകാശ തർക്കത്തിനൊന്നും ഞാനില്ല. എന്റെ തീരുമാനം ഇതാണ്. ഏട്ടത്തി, ഞങ്ങൾക്ക് വേണ്ടി ഏട്ടത്തിന് ആരുടെയും കാല് പിടിക്കണ്ട. ഞങ്ങൾ തിരിച്ചു പൊക്കോളാം. ഔട്ട് ഹൗസിലേക്കല്ല, ഈ വീടിന് പുറത്തേക്ക്. ഇത്രയും വെറുപ്പ് ഏട്ടന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ രണ്ടുപേരും ഒരു വയറ്റിൽ പിറന്നില്ലേ സന്ദീപേട്ട? ഏട്ടൻ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് ക്ഷമിക്കുന്നത്? സാരമില്ല, ഏട്ടന്മാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ധനുഷുവാ, നമുക്ക് പോവാം. ചെയ്തതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. കുറച്ചു കാലം ഇവിടെ നിങ്ങളോടൊപ്പം വളരെ സന്തോഷത്തിൽ ഞാൻ ജീവിച്ചു. എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ എല്ലാ സ്വാതന്ത്ര്യവും തന്നു. അതിനിടയിൽ ഇവളെന്നെ സ്നേഹിച്ചു. കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയായി. അച്ഛൻ വിളിച്ചപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ പൊയ്ക്കോളാം. വാ. നിക്ക്. ഇങ്ങനെ ഇറക്കിവിടാൻ വേണ്ടിയല്ല നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇത് അച്ഛന്റെ തീരുമാനമാണ്. ആര് കാരണമായാലും അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സന്ദീപേ, സ്വന്തം കൂടപ്പിറപ്പിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്ന് നാട്ടുകാരറിഞ്ഞ അത് സന്ദീപിന് അഭിമാനമാണോ? അങ്ങനെ വെട്ടിമുറിക്കാൻ പറ്റുന്നതാണോ സഹോദര ബന്ധം? ഈ നിൽക്കുന്ന അച്ഛന്റെ മനസ്സ് സങ്കടപ്പെടുത്തുമ്പോ സന്ദീപിനും നന്ദേട്ടനും എന്താ കിട്ടുന്നത്? എല്ലാവരും കേൾക്കാൻ തന്നെയാ ഞാൻ പറയുന്നത്. അച്ഛന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കാൻ പോവാ. സന്ദീപിന് വേണമെങ്കിൽ പോവാം. പക്ഷെ ഒരു കാര്യം, അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് എന്നെ ഏട്ടത്തിൽ നിന്ന് വിളിക്കരുത്. ആ വിളി കേൾക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പിന്നെ നിന്റെ ഏട്ടത്തി ആയിരിക്കില്ല. എന്നാ പിന്നെ
നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല. നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ജീവിക്കും. ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയിൽ അച്ഛൻ്റെ തീരുമാനം നടപ്പിലാക്കേണ്ടത് എൻ്റെ കടമയാണ്. നിങ്ങളെവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. എന്നെ തോൽപ്പിച്ചു എന്നാവും ഇവൻ കരുതുന്നത്. ഇവളുടെ കൂടെ ഇവനിങ്ങ് കയറി വരട്ടെ. ഇതിനകത്തിട്ട് ഇവനെ ഞാൻ ചുട്ടെടുക്കും.